ഫസ്മിന എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, കമന്റ് അടിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ലല്ലുവിന് അതിനിടയ്ക്ക് എനിക്ക് കമ്പനി ഉണ്ട്. സഫയല്ല ആദ്യം പറഞ്ഞത് സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അത് അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല. മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. ഇല്ല, അതുപോലത്തെ ചാറ്റും വായിന്ന് വന്നത് അമ്മാതിരി വാക്കുകളാണ് വന്നത്. മേലിന് അങ്ങനെ ഒരു കഴിവുണ്ട്, വളച്ചൊടിച്ച് അത് ശരിയാക്കി എടുക്കാൻ. ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് നമ്മൾ കാണുന്നതൊക്കെ നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലുള്ള കുറച്ച് വീഡിയോസ്, അല്ലെങ്കിൽ അത്രയും നല്ല കപ്പിൾസ് എന്ന് പറയാൻ തക്ക കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് കുഴപ്പമുണ്ടായില്ല, ആദ്യത്തെ കുറച്ച് നാളുകൾ കുഴപ്പമുണ്ടായില്ല. അതിന് ശേഷമാണ് ക്യാരക്ടർ മാറി മാറി. ഇപ്പൊ എൻ്റെ ഒരു ഗേൾസ് ഫ്രണ്ട്സ് വിളിച്ചാൽ പോലും സ്പീക്കറിലിട്ട് സംസാരിക്കണം, അങ്ങനത്തെ ഒരു കുറച്ച് എന്തോ സൈക്കോ അങ്ങനത്തെ ഒരു ടൈപ്പ്. എനിക്ക് ആരെ ഫോളോ ചെയ്യാൻ കൂടി പാടില്ല ഇൻസ്റ്റഗ്രാമില്, പുള്ളിക്ക് എന്തും ചെയ്യാം, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതെപ്പോഴാണ് സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് മെഹനാസ് ഇങ്ങനെ സൈക്കോ ആയി മാറി തുടങ്ങി? അല്ലെങ്കിൽ അത് നമ്മള് വാടകക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതോ ഒരു ഏതോ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയ മാനുവിന് ദേഷ്യം വരും. നമ്മ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മ മിണ്ടാൻ പാടില്ല. നമ്മ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. അപ്പൊ ഇത്രയും നാൾ സഹിക്കായിരുന്നു. ഓക്കെ, സഫ ഓൾറെഡി പറഞ്ഞു സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, ഒരു ജസ്റ്റ് ഫ്രണ്ട് പോലും ആയിരുന്നില്ല, ഫസ്മിനെ അറിയാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഇഷ്യൂ നടന്നത് ഫസ്മിന എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, കമന്റ് അടിപ്പിച്ചിട്ടുണ്ട്, സ്നാപ്പിൽ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, അവൻ എങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. അങ്ങനെ ഒരു അതെന്തിനായിരുന്നു? അത് ലല്ലു റിട്ടേൺ എങ്ങനെയാണ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവൾക്ക് അതൊരു വീഡിയോ ആയല്ലേ, അതിന് വേണ്ടിട്ടായിരിക്കാം. അതിനോട് അപ്പം ലല്ലു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു? സ്നാപ്പിൽ അങ്ങനെ റിപ്ലൈ തന്നിട്ടില്ല, നോർമലി അങ്ങനെ ഒരു സ്നാപ്പ് അയക്കുന്ന രീതിക്ക് അങ്ങനെയായിരുന്നു. എന്നെ കൊണ്ട് കമന്റ് അടിപ്പിച്ചിട്ടുണ്ട് ലല്ലുടെ. കമന്റ് ഇട്ടപ്പോ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്താ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നടന്നതിന് ശേഷം, ഇങ്ങനെ ന്യൂസ് വന്നതിന് ശേഷം ലല്ലുവോ ഫസിയോ കോണ്ടാക്ട് ചെയ്തോ? അതിനുശേഷം ഇല്ല, ലല്ലുവിന് അതിനിടയ്ക്ക് എനിക്ക് കമ്പനി ഉണ്ട്. ഈ ഊബർ ഡ്രൈവറുടെ ഫ്രണ്ടാണ് ലല്ലു, ഞാൻ അത് പറഞ്ഞായിരുന്നു. അപ്പോ അങ്ങനെ കമ്പനി ഉണ്ട്. പിന്നെ എഗ്രിമെന്റ് നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോയായിരുന്നു, അങ്ങനെയൊക്കെ കണ്ടു. പിന്നെയാണ് ഈ റൂമർ ഇറങ്ങിയപ്പോ പിന്നെ നമ്മൾ ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പൊ സഫയല്ല ആദ്യം പറഞ്ഞത് സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ലല്ലുവിന് അറിയോടി ഉണ്ടായിരുന്നില്ല? ഒട്ടും കോണ്ടാക്ട് ഇല്ല, ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കോണ്ടാക്ട് ഉണ്ട്. ഈ ഊബർ ഡ്രൈവർ എന്ന് പറയുമ്പോൾ സ്ഥിരം വരുന്ന ഡ്രൈവർ ആണോ? സ്ഥിരമല്ല, നമുക്ക് ഇത് ഓൾറെഡി ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേയ്മെന്റ് കറക്റ്റിന് ഇട്ടുന്നില്ല. അപ്പൊ ഞാൻ അയാളെ മാറ്റിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ ഇടുമല്ലോ, പിന്നെ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് എനിക്ക് ഇവനെ കോണ്ടാക്ട് കിട്ടിയത്, ഈ ഒരു ഡ്രൈവറിന്. അങ്ങനെയാണ് ആ സമയത്ത് ലല്ലുമായിട്ട് ചെറിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ. അതെ അതെ. ഈ ഇഷ്യൂ നടന്നതിന് ശേഷം, ലൈക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്? എന്താ പറഞ്ഞ ലല്ലു? മീൻസ് ഇങ്ങനെ റൂമർ ഇറങ്ങിയപ്പോ കേസ് കൊടുക്കണ ആരും അങ്ങോട്ട് കൂടെ സംസാരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഫസി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തോ? ഫസി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫസി കോള് വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല, മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പൊ ഫസിയും വിശ്വസിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒളിച്ചോടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടുകാരി വിശ്വസിക്കണമെങ്കിൽ, മീൻസ് കൂട്ടുകാരി എന്ന് പറഞ്ഞ പേഴ്സണലി അല്ല, ഇപ്പൊ സഫ എന്നെ പറഞ്ഞിട്ടുണ്ട് ഫസി എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട് സ്നാപ്പിൽ ഇങ്ങനെ. അപ്പം ആ ഒരു കോണ്ടാക്റ്റുള്ള ഒരു കൂട്ടുകാരി ഇത് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കോ? അത് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചെങ്കില് മേ ബി മാനു പറഞ്ഞ കാര്യങ്ങളാവാം. മാനു വിളിച്ചിട്ട് കുറെ കരഞ്ഞെന്നാണ് ഫസ്മിന പറഞ്ഞത്, മേ ബി അതാവാം. ഇപ്പം എന്തായാലും സഫയുടെ കൂട്ടുകാരിയല്ലോ, ഒന്ന് സംസാരിച്ചു നോക്കാറുന്നില്ലേ ഇങ്ങനെയാണ് സത്യം? പക്ഷെ കൂട്ടുകാരി എന്ന് പറഞ്ഞെങ്കില് പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വന്നത് അമ്മാതിരി വാക്കുകളാണ് വന്നത്. അപ്പോ ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം ഞാനിപ്പോ സൈബറിൽ കേസ് കൊടുത്തു, എന്നെ പറ്റി ഇനി വീഡിയോസ് ഒന്നും ഇടരുത് എന്ന് പറഞ്ഞ് സൈബറിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചു പറഞ്ഞു ഇനി വീഡിയോസ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ ഉറപ്പ് പറഞ്ഞത് ഇതുപോലെ നിയമം തെറ്റിക്കണ ഒരു പെണ്ണ് നമുക്ക് അതിനെതിരെ നടപടി എടുക്കാന്നാ പറഞ്ഞത്. അവർ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ അവര് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് വരെ. സഫ ഇതിനെതിരെ ഏതിനെങ്കിലും ഇപ്പം ഫസി ഒഴിച്ച് ബാക്കി എന്തിനെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു നിശാൽ എന്ന് പറഞ്ഞിട്ടൊരു മാനുവിന്റെ ഫ്രണ്ട്, പുള്ളി ഇതുപോലെ
കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ ഇടുന്നുണ്ട്. സഫ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഒറ്റയ്ക്കാണോ? ഞാൻ ആലുവ. ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണ്? ഞാനും കുട്ടി. കുട്ടിയോ? നിങ്ങളുടെ കുട്ടി? ഓ, കുഞ്ഞെന്റെ കൂടെ തന്നെ. ഇടയ്ക്ക് അനിയത്തിയും ഉച്ചയ്ക്ക് വരും, കാണാൻ വരും. അവര് ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഒന്നും പറഞ്ഞില്ലായിരുന്നു ഫാമിലി? അവര് പറഞ്ഞു കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും, മാനു ഇനി ഡ്രാമ കളിച്ച് വന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട. കുറെ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ ഇങ്ങനെ വന്നിട്ട്, ഇനി അതൊന്നും അക്സെപ്റ്റ് ചെയ്യണ്ട, കേസായിട്ട് തന്നെ നല്ലോണം ടൈറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അവർക്ക് ടെൻഷൻ ഞാൻ ഒറ്റക്ക് ഉള്ളതുകൊണ്ട്, കാരണം ഡോറൊക്കെ കുത്തി പൊട്ടിച്ചിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പൊ ആകെ ഒരു കുറ്റിയിലാണ് ഇപ്പൊ ഡോർ ഉള്ളത്. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം മിനിയാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു മാനുവിന്റെ വക, അവളവിടെ ഒറ്റക്കല്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാന്ന് പറഞ്ഞത് ഞാൻ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിക്കണേന്റെ. ഈ മെഹനാസിന്റെ ഫാമിലി ഒന്നും പറഞ്ഞില്ല ഇതിനു ശേഷം? പെങ്ങള് വിളിച്ചായിരുന്നു, പിന്നെ ഇന്നലെ ഉമ്മ വിളിച്ചായിരുന്നു. പെങ്ങളും ഉമ്മയൊക്കെ സഫയുടെ കൂടെയാണോ? അതോ ഉമ്മ അവർക്ക് അറിയാം നടക്കണത് എന്താ സംഭവം എന്നറിയാം. ഉമ്മ പറയുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ ഇതുപോലത്തെ ബുദ്ധിയില്ലായ്മ കാണിക്കൂന്ന്, നീ എന്തിനാ കേസ് കൊടുക്കാൻ പോയത് എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. കാരണം എനിക്ക് വേറെ വഴിയില്ല അമ്മ. അന്ന് എന്നെ ഈ അടുത്ത് തല്ലിയപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ച് പറഞ്ഞതാ, ഉമ്മ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ സമാധാനിപ്പിച്ചു എന്നെ. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോ നിലവില് നമുക്കെതിരെ ഒരു ആരോപണം വന്നാൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കെതിരെ ഒരു ആരോപണം വന്നാല് നമുക്കുള്ളില് കുറച്ച് ഫീലിങ്സ് ഉണ്ടാവും. എനിക്കിപ്പോഴുള്ള ഫീലിങ്സ് പറഞ്ഞാൽ കുട്ടിയായിട്ട് ഒറ്റക്കായ കൊണ്ട് ഇതുപോലെ സൈബർ അറ്റാക്ക് വരുമ്പോ ഇടയ്ക്കൊന്ന് ജസ്റ്റ് മൈൻഡ് ഒന്ന് ഔട്ടാവും, അതേ ഉള്ളൂ. അല്ലാത്ത വേറെ കുഴപ്പമില്ല, ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ടെങ്കിൽ ഫോട്ടോ അടക്കം നിങ്ങളുടെ വീഡിയോ അടക്കം പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട്. ലല്ലു ആയിട്ട് ഒളിച്ചോടുന്ന വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണുന്ന ലല്ലു ആണെന്നും ഉറപ്പിച്ച് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിനെന്തുത്തരം കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു വീഡിയോ ഇല്ലാലോ. ആകെ ഒരു വീഡിയോ വന്നത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ ജസ്റ്റ് ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നത്. അതിന്റെ അടിയിൽ വേറെ ഏതോ ഒരു ലല്ലുവിന്റെ ഒരു വീഡിയോ, അതാണുള്ളത്. അത് ഒരുമിച്ചുള്ളതല്ല, സെപ്പറേറ്റ് കൊളാഷ് പോലെ ആക്കിയേക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലല്ലുവായിട്ട് ഒരു ബന്ധവും ഇല്ല? ഇല്ല. വെറുതെ അടിച്ചിറക്കിയൊരു കഥ മാത്രമാണ് ഇതെന്നാണ് പറയുന്നത്. അതെ. ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ തിരിച്ചിടണം എന്ന് സഫയ്ക്ക് തോന്നിയിട്ടില്ലേ? തിരിച്ചിടാൻ വന്നപ്പോഴാണ് ഞാനിപ്പോ കോടതി വഴി ഇതായതുകൊണ്ട് അഡ്വക്കേറ്റ് പറഞ്ഞു കമന്റിന് പോലും റിപ്ലൈ കൊടുക്കരുതെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. കാരണം അത് നിയമത്തിനെ അത് ബാധിക്കും. കാരണം രണ്ടാളും തമ്മിൽ വേറെ വ്യത്യാസമില്ല. ഒരാള് വീഡിയോ ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ അടുത്ത ആൾ ഇട്ടെങ്കിൽ നിയമത്തിലൊരു ബന്ധമില്ല എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇന്നലെ CCTV വന്നതിന്റെ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്തിട്ടായിരുന്നു. ഒരുമിച്ച് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു CCTV ഇറങ്ങിയായിരുന്നു, അതിന് ഞാൻ റിയാക്ട് ചെയ്ത് തെളിവോട് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മെഹനു വീഡിയോയിൽ പറയുന്നുണ്ട് സഫ പലതവണയും ഷൂട്ടിനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലല്ലുവിനൊപ്പം ഒഴിഞ്ഞാടാനാണ് പോകുന്നത് എന്ന്. അത്തരത്തിലുള്ള അതായത് ഇപ്പോഴാണ് ഈ പുതിയ കഥകൾ മെനയന്ത് കേൾക്കണേന്ന്. മെഹന് അങ്ങനെ ഒരു കഴിവുണ്ട്, മീൻസ് വളച്ചൊടിച്ച് അത് ശരിയാക്കി എടുക്കാൻ അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ഇനി ശരിക്കും മെഹനാസായിട്ട് ഒരുമിച്ച് പോകാൻ ഒരിക്കലും പറ്റില്ല. ലീഗലി ഡിവോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തോ? ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്യണം. വീട്ടുകാരും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ